നാമത്തിലാണ്. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ അമ്മമാരോടൊപ്പം ഈ ഒരു ദിവസം ഇങ്ങനെ ചെലവിടാനായിട്ട് അനുഗ്രഹം ലഭിച്ചതിനോർത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പറയുന്നു. ഇവരെ ഓരോരുത്തരെയും ഇവരുടെ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ടുന്ന ആഹാരം എപ്പോഴും നൽകി അനുഗ്രഹിക്കുന്നതിനെ സ്നേഹിക്കാനും ഞങ്ങളോട് കൂടെ ആയിരിക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഒരുപാട് പേരെ ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ദിവസം ദൈവം എൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. പ്രത്യേകിച്ച് 4 ദിവസം ഏറ്റവും പരിശുദ്ധ എല്ലാവർക്കും സുഖമാണ്. അമ്മച്ചിമാർക്ക് ഇവിടെ 23 അമ്മച്ചിമാരും എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ? കുട്ടികളുണ്ട്. കുറച്ച് സമയം നിങ്ങളുടെ ഒപ്പം ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് CLC ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. This is the promise of God. Seasons refresh, sent from the Savior above. Not for the showers we need, showers of blessings we need. This is the promise of God. Those shall be seasons refresh. കുട്ടികളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സ്വീകരിക്കട്ടെ. ഒരു നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചില്ലേ? നല്ല ഡാൻസ് ആയിരുന്നു. നമുക്കൊരു കയ്യൊരു കൊടുത്ത് സൂപ്പറായി. നമ്മള് ധ്യാനം ഓർക്കണ്ടത്, നിങ്ങൾ ജീവിതം ധ്യാനത്തിൽ വന്നപ്പം ഏറ്റവും എന്താണ് വളരെ നല്ല ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ക്യാമറയാണ് നീണ്ടു കിട്ടും. ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷത്തിന്റെ ഒരു സെക്കൻഡാണ് നമുക്ക് ഫോട്ടോഗ്രാഫി കിട്ടുന്നത്. എങ്ങനെ ഇരിക്കുന്നു അതാണ് ഫോട്ടോ. പക്ഷെ നമ്മള് വർഷങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഒരു നിമിഷമായിരിക്കില്ല ഫോട്ടോയിലുള്ളത്. ഒരു ആ സമയം മുഴുവനുമായി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആഘോഷിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നോക്കും അല്ലേ, ഒറ്റ നിമിഷമുള്ളൂ ആ ഫോട്ടോയിൽ. പക്ഷെ ആ ഫോട്ടോ മുഴുവൻ നിങ്ങളുടെ ചരിത്രം മുഴുവനും എഴുതി കാണിക്കും. അതൊരു വലിയ സത്യമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും രേഖപ്പെടുത്തപ്പെടുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മൾ കടന്നു പോകും. സ്റ്റുഡൻസിനും മക്കൾക്കും ടീച്ചേഴ്സിനും മറ്റിതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടോണിയസിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. കാരണം നമ്മളുടെ ഈ നിമിഷം അത് സ്വർഗീയ നിമിഷമാക്കി മാറ്റുന്നു, ആനന്ദദായകമാക്കി മാറ്റുന്നു, സന്തോഷപ്രദമാക്കി മാറ്റുന്നു. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുകളുള്ള വ്യക്തികളായിട്ട് ജീവിക്കും. ചെക്കുവേര വെടിയേറ്റ് വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു പറയുന്നത്. വെടിയേറ്റ് വീഴുമ്പോൾ തുറന്നു പിടിച്ച് കണ്ണുകളോടെയാണ് അദ്ദേഹം മരിച്ചു വീഴുക എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകൾ ഉണ്ടായിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ത്രാണി ഉണ്ടാകും. അവരെ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ സമയം അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്ന മദറിന് എല്ലാവിധ പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസിന് അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാറ്റഗറിസത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ കാറ്റഗറിന് ഒരു പാട്ട് കേൾക്കാം. Thank you.
അടുത്തത് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് ഇടുക്കിയിൽ വന്നിട്ടുണ്ട് കണ്ടാ ഹലോ നമുക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും പാടാൻ കൂടി ഒന്ന് കൈവരിച്ചില്ലേ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തേക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന ശ്രീരാമോത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ വന്നു ചേർന്നില്ല ഏലോ പുലരി പുലരി ഇരുൾ പോയി ഇരുൾ പോയി ഇരുൾ പോയി പോയി ഇരുൾ പോയി പുലരി പുലരി
ഓക്കെ, ഒരു നല്ലൊരു ഡാൻസ് ടീച്ചറാണ്. യെസ്. അപ്പോൾ ടീച്ചർ 2 സ്റ്റെപ്പ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നല്ല കലാകാരൻ. സച്ചിദാനന്ദ ഗുരുവരനെ സാഗരമേ തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ സത്യസ്വരൂപ പരിപാലക ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. നിൻ തിരുസന്നിധി പ്രണമാഞ്ജലിയായി തൃപാദ പൂജയ്ക്കായി മഹാജ്യോതി സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായ ശരണം 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 ശരണം. കാലം
అంజలి మాయమ్మ పేరు తలవలోట నేను వేసి నీ గచ్చ కడిగ నిద్రపోతు నిండు రాత్రి എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? സൂപ്പർ ആയിരുന്നില്ലേ? ഒരു കൈ കേട്ട് കൊടുത്തത് ആഗ്രഹം വാങ്ങിയത് നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചു. സംസാരിക്കാൻ എന്നെ മനസ്സിലായില്ലേ? മാരാണ്. ഞാൻ ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾ ടോണി അച്ഛനും ഞാനൊക്കെ മാറി മാറി വരാറുണ്ട്. അപ്പോൾ വളരെ സ്നേഹം, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഈ അമ്മമാര് നൽകുന്ന. ഡാൻസ് കളിക്കണമെന്നുണ്ടോ? ഡാൻസ് കളിക്കണമെന്നുണ്ടോ? ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർ കൈകൊട്ടി. അറിയില്ല, ഞാൻ 2 വർഷം സംസാരിക്കാൻ പോകും. അന്നേരം ജസ്റ്റ് വീഡിയോ എടുത്തല്ലോ. ടോണിച്ചിന്റെ നേതൃത്വത്തിലുള്ള മതധ്യാപകർക്കും എല്ലാവർക്കും ഇന്നിവിടെ പരിപാടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരും ആശംസകൾ. താങ്ക് യു. രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ PTL മനുമോൻസി. മനുവിന്റെ അമ്മച്ചിനെ ചിലർക്ക് അറിയാൻ പറ്റും. മേരി ടീച്ചറിന്റെ ഓട്ടപ്രദങ്ങൾ പഠിപ്പിച്ചതെന്ന് വെച്ചാണ് മേരി മോൻസി.
ചിലപ്പോൾ അറിയാൻ പറ്റും കേട്ടാ. ചിലപ്പോൾ മനുവിനെ ഒത്തിരി സ്നേഹത്തോടെ വിളിക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട അധികാരിയച്ച, ടോണിയച്ച, ജോമറ്റച്ച, നമ്മുടെ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ബിജോയ് സർ, കാറ്റഗിസം ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ അമ്മമാർ, ഇവിടുത്തെ മദർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, PTA അംഗങ്ങളെ, എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്തുതി പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൃപാവർഷമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ എന്നറിയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് പൂർണ്ണദണ്ഡ വിമോചനം നൽകിയിരിക്കുന്ന ദിവസമാണ്. അതായത് അമ്മമാരെ സന്ദർശിക്കുന്നവർക്കും അമ്മമാരോട് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ഏറ്റു പറയുന്നവർക്കൊക്കെ പൂർണ്ണദണ്ഡ വിമോചനം നൽകുന്ന ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താനായത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം കൃപ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈശ്വരൻ ക്രമീകരിച്ചതാണ്, ഞങ്ങളായിട്ട് ക്രമീകരിച്ചതല്ല. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാനും ജോയ് സാറും കൂടെ ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നതാണ് നമുക്ക് കിട്ടിയൊരു ഒരു മെസ്സേജ്. തമ്പുരാൻ തന്നതായിരിക്കും. അപ്പം എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ്, എൻ്റെ മാസമാണ്, എൻ്റെ മക്കളാണ് അതൊക്കെ. പക്ഷെ അവർക്കൊക്കെ എന്നെ കാണണമെന്ന് ധാരാളമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, അവരുടെ ശാരീരികാവസ്ഥകളും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നീ അവരെ കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ അത് ഞാൻ ചിന്തിച്ചു, എങ്ങനെ നിങ്ങളെ അമ്മേനെ കാണിച്ചു കൊടുക്കും. കാരണം നിങ്ങളെ അവിടേക്ക് പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്മാർട്ട് ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മാതാവിനെ ഇവിടെ കാണിച്ചു തരാമെന്ന്. ഞാൻ വന്നപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്മാർട്ട് TV ആണുള്ളത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഇവിടെ സ്മാർട്ട് TV ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മാർട്ട് TV കണക്ട് ചെയ്ത് നിങ്ങളെ മാതാവിനെ കാണിച്ചു തരാൻ ദിവസവും ഉള്ള ഇപ്പോൾ നോയലിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നില്ലേ, അപ്പം അതിനുള്ള കൃപാവരം ലഭിച്ചത് തന്നെ ഞങ്ങളുടെ മക്കൾ ചെയ്ത ഞങ്ങളുടെ എന്താ പറയുക മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയായിട്ട് ഞങ്ങൾ കാണുകയാണ്. മനസ്സിലായി പെട്ടെന്ന് ഒരു പാട്ട് വരുന്നത് ഇങ്ങനെയാണ്. ദൂരെ മധു തേടിപ്പോ കൊണ്ടു ഞാൻ മധു തേടിപ്പോ. ഇത്ര അറിയുള്ളൂ കേട്ടോ. ഇത് അമ്മമാർക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് പാടിയതാണ് കേട്ടോ. താങ്ക് യു.
തൂവൽ തരാം തളിരാട തരാം നറുപൂയിതളിൽ മധുരം പകരാൻ ചെറുപൂ എൻ കനവിലതൊന്നും കണ്ണീർ കുരുവികളെ തൂവൽ തരാം തളിരാട തരാം നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം ആലോലമാ ആലോലമാ കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം ആലോലമാ ജീവന്റെ കൂട്ടിലും ആരിളം കിളികളെ ചേർക്കുന്നു
പഴയ പാട്ടൊക്കെ ഇത് മനോഹരമാണല്ലേ അല്ലേ? ഇപ്പോഴത്തെ പാട്ടൊക്കെ അങ്ങനെ ഇഷ്ടമാണോ? ഇപ്പോഴത്തെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമായി. ഓക്കെ. ഇപ്പോഴത്തെ പാട്ട് എന്താ പറയുക, ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവൈൻ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അറിയുന്ന പാട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഡിവോഷണൽ സോങ് ആണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്, ഭക്തിഗാനങ്ങൾ പാടാൻ പോകുന്നതാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ഈശോനെ ഓർക്കാൻ പറഞ്ഞപ്പോൾ. പക്ഷേ ഭക്തിഗാനത്തിൽ മാത്രമല്ല നമ്മൾ ഈശോനെ ഓർക്കേണ്ടത് അല്ലേ? മ്യൂസിക്കില് ഈശോ അല്ലേ?
സ്നേഹ ബഹുമാനപ്പെട്ട ആനിക്കുരിശിങ്ങളച്ച, ടോണിയച്ച, ജോമിച്ചച്ച, സെൻറ് റോക്കി ദേവാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന PTA, കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹമുള്ള അമ്മച്ചിമാരെ, ഈ ദിനം ഭംഗിയാക്കുവാൻ 3 ദിവസം മുമ്പ് തന്നെ മനുവും വിജോയും എബിനോട് സ്ത്രീകളും ഇല്ലാതെ ഈ ദിവസം ഭംഗിയാക്കുവാൻ വേണ്ടി. പക്ഷെ അവരിവിടെ വന്നപ്പോൾ ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അറിവുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു എന്തുകൊണ്ട് ഇവർ ഇന്ന് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തു എന്ന്. അത് മനോജ് മുമ്പിലൂടെ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപകൾ ആ മോനിൽ ദൈവം ചൊരിയുന്നുണ്ട് എന്ന് ജീവിതാനുഭവത്തിലൂടെ മനോട് സംസാരിച്ചു. അതായത് ഇന്ന് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ലഭിക്കുമെന്ന്. എങ്ങനെ നമ്മുടെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ അമ്മച്ചിമാരെ ഹാപ്പിയാക്കുമ്പോൾ. അതുപോലെ തന്നെ അതിന് 3 നിബന്ധനകളുണ്ട്. ഒന്ന്, കുമ്പസാരിച്ച് ഒരുങ്ങുക, അതിനുശേഷം കുർബാന ദിവ്യബലിയിൽ പങ്കെടുക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക, അമ്മച്ചിമാരെ സന്തോഷിപ്പിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കും. എന്താണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്? കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും. പക്ഷേ പാപത്തിൻ്റെ കറ അവിടെ ഉണ്ടായിരിക്കും. ആ കറ മാറുവാനാണ് നമുക്ക് ദണ്ഡവിമോചനം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനപ്രകാരം ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ദണ്ഡവിമോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ ദിനത്തെ ഭംഗിയാക്കുവാൻ നമുക്കറിയാം, മഞ്ഞുമാതാ ദേവാലയത്തിൽ തിരുനാളിൻ്റെ ക്രമങ്ങളും തിരുനാളിൻ്റെ ആഘോഷ പരിപാടികളും ഒക്കെ ഉണ്ടായിട്ട് പോലും വികാരിയച്ഛൻ സമയം കണ്ടെത്തി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ സെൻറ് റോക്കി ദേവാലയത്തിൻ്റെ പ്രവർത്തനം അത്രമാത്രം ഭംഗിയായി നടക്കുന്നു. അവരത്രമാത്രം അച്ഛനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിട്ടായിരിക്കും അച്ഛനും ടോണി അച്ഛനും അതുപോലെ തന്നെ ജോമിച്ചച്ഛനും ഇവിടെ എത്തിയത്. അത് വലിയൊരു അനുഗ്രഹമായി മാറി. അപ്പോൾ അച്ഛനിവിടെ ഇല്ലെങ്കിൽ കൂടിയും ഞങ്ങളുടെ ഈ വൃദ്ധസദനത്തിൽ വന്ന് അമ്മച്ചിമാരെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ ഈ ഭവനം ബ്ലെസ് ചെയ്തു പോയതിന് അച്ഛനെ ഈ സ്ഥാപനത്തിൻ്റെ ഇവിടുത്തെ അമ്മച്ചിമാരുടെ സിസ്റ്റേഴ്സിൻ്റെയും പേരിൽ 3 അച്ഛന്മാർക്ക് ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ നേരുകയാണ്. അപ്പോൾ തന്നെ മനോഹരമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഏത് രാത്രി ആയാൽ പോലും ഞാൻ വന്ന് ചെയ്തു തന്നോളാം. പിന്നെ ഓർക്കണം, മനു പറഞ്ഞപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം, അതായത് മഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ഈ അമ്മമാർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ യൂട്യൂബിൻ്റെ നൊവേന നടക്കുന്നതും കുർബാന നടക്കുന്നതും തിരുനാൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുവാനാണ് മനുവിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അതനുസരിച്ചാണ് നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് മഞ്ഞുമാതാ പള്ളി നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നത്. അതിനും ഈ സെൻറ് റോക്കി ദേവാലയത്തിൽ പ്രവർത്തിക്കുന്ന PTA-കാർക്കും അധ്യാപകർക്കും പ്രത്യേകിച്ചും മനുവിനും ബിജോയ്ക്കും എബിനൊക്കെ ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഇന്ന് ഈ അമ്മമാരിവിടെ എത്രയും സന്തോഷത്തോടുകൂടി എല്ലാം ഈ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പാട്ടുകൾ ഋതം തെറ്റിക്കാതെ താളം തെറ്റിക്കാതെ മനോഹരമായി ഡാൻസ് കളിച്ച് നന്നായി പാടി. പാട്ടിനൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളായിരുന്നു ഒരു സെലക്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ദിനം ഞങ്ങൾക്ക് തന്നതിന് എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ഇവിടെ അച്ഛന്മാർ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എല്ലാ അമ്മച്ചമാരും ഞങ്ങൾ കൊണ്ടുചെല്ലുമ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സന്ദർശിച്ചു പോകുന്ന എല്ലാ സന്ദർശകർക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും എല്ലാം ദൈവം സ്വർഗം തുറന്ന് കൃപകൾ ചൊരിഞ്ഞ് അവരും അവരുടെ മക്കളും എല്ലാം അവരുടെ കുടുംബത്തിനെ യശസ് വർദ്ധിപ്പിക്കുന്ന മക്കളായി വളരുവാൻ സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ മുഴുവൻ അനുഗ്രഹവും പരിശുദ്ധ മാതാവ് നിങ്ങളെല്ലാവരെയും അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി. അവിടുന്ന് ഒത്തിരി കുട്ടികൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു അസൗകര്യം കൊണ്ടുണ്ട്. നമുക്ക്
ഓരോ ക്ലാസ് വൈസ് ആയിട്ട് നമുക്ക് അമ്മച്ചിമാരെ കാണാനായിട്ട് നമുക്ക് കിട്ടാം. മനസ്സു തുറന്നു വിളിച്ചാൽ വിളിക്കേ